ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ഒരു മുട്ട ഓംലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പച്ചമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പച്ചമുളക് ഇല്ല. അപ്പോൾ മുകളിൽ നമ്മൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ മഴയൊക്കെ ആയപ്പോൾ നല്ല പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല വഴുക്കലും ഉണ്ട്, ഇവിടെയൊക്കെ ചെറുതായിട്ട് പായൽ പോലെ വന്നിട്ട്. അപ്പോൾ നമുക്കിതിന് മുകളിലൊന്നും കയറാൻ പറ്റില്ല, അത്രയ്ക്ക് വഴുക്കലുണ്ട് നന്നായിട്ട്. അപ്പം ഞാൻ എന്തായാലും പച്ചമുളക് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ, പച്ചമുളക് പൊട്ടിക്കാൻ. കാരണം പറഞ്ഞാൽ ഈ പുല്ലൊക്കെ നമുക്ക് അതിൽ കുറേ മുകളിൽ പുല്ലൊക്കെ കുറേ വന്നിട്ടുണ്ട്, നമ്മളിട്ട ചാക്കിനകത്തൊക്കെ. അതൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് പശുവിന് കൊടുക്കണം കേട്ടോ, ആ പുല്ലൊക്കെ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മഴയത്ത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മഴയൊന്ന് പോയിട്ട് ഒന്ന് വെയിലുദിക്കുകയാണെങ്കിൽ ചെയ്യാൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് 5 കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെള്ളം നോക്കുന്നില്ല, മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കിട്ടി നമുക്ക്. പിന്നെ ഞാൻ താഴെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താട്ടാ സ്റ്റെപ്പ് ഇറങ്ങണത്. നമ്മൾ നേരെ ഇറങ്ങിയായിരിക്കും നേരെ താഴെ എത്തും. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളകും ഉണ്ട്. വലിയ എരിവില്ലാത്ത മുളകാട്ടാ. നമ്മൾ അധികം മൂത്തിട്ടില്ല, അത് കാരണം കൊണ്ട് നമുക്ക് അത്ര വലിയ എരിവൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വേണമെങ്കിൽ ജ്യൂസ് എടുക്കാം. അപ്പം ഞാനത് അങ്ങനെ ഇടാനാണ് വെച്ചത് കേട്ടോ, ചീകി എടുത്തതാണ്. അപ്പോൾ നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും പിന്നെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മുട്ട നമുക്ക് പിന്നെ വീട്ടിൽ ഇപ്പോൾ കോഴി മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് എപ്പോഴും മുട്ടയുണ്ട് വീട്ടിനകത്ത്. പിന്നെ ഞാൻ ആ ചീകി വെച്ച ബീട്രൂട്ടും കൂടി അതിനകത്തിട്ടു. ബീട്രൂട്ട് അത് നമുക്ക് കഴിക്കുമ്പോൾ നമുക്കങ്ങനെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പം ഞാൻ സവോള കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. സവോള ഇട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ സവോള അത്യാവശ്യം നന്നായി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ ഒഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ കയ്യിൽ തന്നെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുക ചെയ്ത്. അപ്പോൾ അതുപോലെ തന്നെ ഒഴിച്ചിട്ട് എനിക്ക് ആ നടുവ് വശം നന്നായിട്ട് പരത്താനൊന്നും പറ്റിയ മൊത്തം ഒഴിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടുവായി മുറിച്ചിട്ട് 2 സൈഡിലേക്കും ആക്കിയിട്ട് നന്നായി വേവിച്ചെടുത്തു. പക്ഷെ മറിച്ചിടാനും നല്ല ഉള്ളി ആയത് കാരണം കൊണ്ട് നമുക്ക് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടുവായിട്ട് മുറിച്ചിട്ട് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് നല്ല പിങ്ക് കളറൊന്നും കിട്ടില്ല, ചെറുതായിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട ഓംലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.